ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഔഷധത്തെ പറ്റി പ്രതിപാദിക്കാം. വേറൊന്നുമല്ല, സാരസ്വതാരിഷ്ടം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇതിന് 2-3 പ്രത്യേകതകളുണ്ട്. അതായത് മറ്റ് അരിഷ്ടാസവ യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഗതികൾ ഈ മരുന്നിനുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ഗുണങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഔഷധം. തയ്യാറാക്കുന്നതിലും ചില വ്യത്യാസങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാനും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, വീഡിയോ ആരംഭിക്കാം. സാരസ്വാരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ. സാരസ്വാരിഷ്ടം ആക്ച്വലി ധന്വന്തരി ഭഗവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശിച്ചതാണ് ഈ ഔഷധം. അതായത് ബുദ്ധി വികാസനത്തിനും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാനും അത് ധാരണാശക്തി ഉണ്ടാവാൻ, ഓർമ്മശക്തി ഉണ്ടാവാൻ, വേണ്ടപ്പോഴൊക്കെ അത് വീണ്ടും സ്മരിക്കാൻ, വീണ്ടും ഓർത്തെടുത്ത് എഴുതാൻ, പെട്ടെന്ന് ആ ഗ്രഹണശക്തി വർദ്ധിക്കാനായിട്ട്, മെമ്മറി പവർ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ധന്വന്തരി ഭഗവാൻ ഈ ഔഷധം തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പ്രധാന ചേരുവ ബ്രഹ്മിയാണ്. ബ്രഹ്മി, ബക്കോപ്പ മുന്നേറി, അതാണ് ബൊട്ടാനിക്കൽ നെയിം. ബ്രഹ്മി എന്ന് വിളിക്കും. ഇതാണ് അതിൽ ചീഫ് കണ്ടൻറ്റ്. ഇത് പറിച്ചെടുക്കാനായിട്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് ഏകദേശം ഒരു 4:30-5 മണി സമയത്ത് വേണം ഇത് ശേഖരിക്കാനായിട്ട്. ഔഷധദ്രവ്യം ശേഖരിക്കാനായിട്ട് ഒരു സമയം കൂടി ആചാര്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്തുള്ള ആ ചന്ദ്രൻ്റെ രശ്മികൾ ഏറ്റുകിടക്കുന്ന ആ ദ്രവ്യത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഔഷധം സേവിക്കുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അതാണ് അടുത്ത പ്രത്യേകത. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അരിഷ്ടങ്ങളിൽ പാല് ചേർക്കാറില്ല. ഈ ഒരു സാരസ്വാരിഷ്ടത്തിൽ മാത്രം എന്ന് പറയാം. ഒരു 15 മില്ലി അരിഷ്ടത്തിൽ 90 മില്ലി തിളപ്പിച്ച ആറിയ പാല്, കാച്ചി തണുത്ത പാല് ചേർത്ത് കഴിക്കാനാണ് ആചാര്യം വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും. അത് രാത്രി ഭക്ഷണശേഷം സേവിക്കാനായിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് പൊതുവെയുള്ളൊരു ഒരു ഡോസേജ് പറഞ്ഞു മാത്രം. കൂടുതൽ വിവരങ്ങൾ തുടർന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇത് എന്തിനാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ്, മേധാശക്തി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേധ്യഗണത്തിൽ പെടുന്നതാണ് ബ്രഹ്മി. ബ്രഹ്മിയുടെ പ്രഭാവം മേധ്യമാണ്. മേധ്യം എന്ന് പറഞ്ഞാൽ മേധസ്സല്ല കേട്ടോ, മേധാശക്തി, ധാരണാശക്തി, ഓർമ്മശക്തി, സ്മരിക്കാനും ഗ്രഹിക്കാനും ഉള്ള ശക്തി, അതിനെയാണ് മേധ്യം എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് ഈ ഔഷധദ്രവ്യത്തിൻ്റെ പ്രഭാവം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, വിശദമായിട്ട് പറയാം. അതായത് ആയുർവേദിക് പ്രോപ്പർട്ടീസ്, ബ്രഹ്മിയുടെ ആയുർവേദ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതവീര്യമാണ്, അതുപോലെ തിക്ത കഷായ രസമാണ്, എന്നാൽ വിഭാഗം മധുരമാണ്, മധുര വിഭാഗമാണ്, ലഘു ഗുണമാണ്, ശീതവീര്യമാണ്, തിക്ത കഷായ രസങ്ങളാണ്. അപ്പോൾ തിക്ത കഷായ രസങ്ങളുള്ള ദ്രവ്യം മധുര വിഭാഗമാണ്. അത് ദഹിച്ചു കഴിഞ്ഞാൽ മധുര വിഭാഗമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രഭാവം. ഇതിൻ്റെ പ്രഭാവമായിട്ട് മേധ്യമായിട്ട് പറഞ്ഞിരിക്കും. അതായത് രസാദി ഗുണങ്ങൾ സമമായിട്ടിരിക്കുമ്പോൾ അതിന് വിപരീതമായ ഒരു പ്രോപ്പർട്ടി, ഒരു ഗുണം ആ ദ്രവ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. രസാദി ഗുണങ്ങൾക്ക് വിപരീതമായിട്ട് രസാദി സാമ്യെ യത് കർമ്മം വിശിഷ്ടം തത് പ്രഭാവജം, രസാദി സാമ്യെ യത് കർമ്മം വിശിഷ്ടം തത് പ്രഭാവജം എന്നാണ് പ്രഭാവത്തിനെ പറ്റി ആചാര്യം പറഞ്ഞിട്ടുള്ള അഷ്ടാംഗഹൃദയത്തിൽ. അതായത് രസാദികൾ, സമമായിരിക്കുന്ന രസാദികൾക്ക് ളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനിച്ചിട്ട് പ്രകടിപ്പിക്കുന്ന ആ ഗുണത്തെയാണ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. അതാണ് പ്രഭാവം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബ്രഹ്മിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ബ്രഹ്മി പറിച്ചെടുക്കാനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. അതായത് വെളുപ്പിന് 4:30 ബ്രാഹ്മമുഹൂർത്തത്തിൽ പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാല് ചേർത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ധന്വന്തരി ഭഗവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് ബുദ്ധിശക്തിയും ധാരണാശക്തിയും വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഔഷധം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മറ്റ് ആപ്ലിക്കേഷനുകൾ അപസ്മാരം, ഉന്മാദം, ഇത്തരം കണ്ടീഷനുകൾ, അതുപോലെ ഷോർട്ട് ടെമ്പർമെൻറ്റ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, അതുപോലെ ഒരുപാട് ആകാംക്ഷ, ആകുലതകളും ഭയവും ചിന്തകളും, ഇൻസോമിനിയ, ഉറക്കക്കുറവ്, ടെൻഷൻ, ഷോർട്ട് ടെമ്പർമെൻറ്റ്, ആങ്സൈറ്റി, അതുപോലെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അസുഖങ്ങൾ, ഉന്മാദം, അപസ്മാരം, അതുപോലെ ബുദ്ധിഭ്രമം, ബുദ്ധിമാന്യം, ഇത്തരം രോഗാവസ്ഥകളിൽ ഇത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഇതിനകത്ത് കൊട്ടവും അതുപോലെ വിഴാലരി, അത്തരം ഔഷധദ്രവ്യങ്ങൾ ചേരുന്നുണ്ട്, അമുക്കുരം ചേരുന്നുണ്ട്, അമൃതിൻ്റെ 100 ചേരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനും കൂടി വിശേഷപ്പെട്ട സംഗതികളാണ്. അതുകൊണ്ടാണ് അതിനായിട്ട് ആചാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിനാണ് ഇതിൻ്റെ മനോതലത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ മേധ്യഗണത്തിൽ പെടുന്ന ഔഷധമാണ് ഇതിൽ പ്രധാന കണ്ടൻ്റായി ചേരുക. ബ്രഹ്മി മാത്രമല്ല കേട്ടോ, പിന്നെ ഔഷധങ്ങളുണ്ട്. നിർമ്മാണവിധി പറയുമ്പോൾ ഞാൻ പറയാം. അതുകൂടാതെ ഇൻഫെർട്ടിലിറ്റി കേസ്, കുട്ടികളുണ്ടാകാത്ത അവസ്ഥയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഔഷധങ്ങളും ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവസ്ഥാനുസരണം യോജിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഈ ഡിലേഡ് മൈൽസ്റ്റോൺ, അതായത് സമയാസമയങ്ങളിൽ മറഞ്ഞു കിടക്കാതിരിക്കുക, കൃത്യസമയത്ത് എഴുന്നേറ്റിരിക്കാതിരിക്കുക, വാക്പ്രവൃത്തി, സംസാരം തുടങ്ങാതിരിക്കുക, നടക്കാനൊക്കെ ഡിലേഡ് ആവുക, അത്തരം കുട്ടികളുണ്ട്. ഡിലേഡ് മൈൽസ്റ്റോൺസ് എന്ന് പറയും.
അത്തരം കുട്ടികൾക്കുള്ള ചികിത്സയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓട്ടിസം കേസുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത്തിരി ബുദ്ധിയുടെ പ്രവർത്തനമൊക്കെ കുറവുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ സാമ്പാറിൽ കായം ശ്രേഷ്ഠമാണ്, കായം ചേർത്താണ് സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കായം മാത്രം ചൂടുവെള്ളത്തിൽ കലക്കി കൊടുത്താൽ ശരിയാവില്ലോ. അതേപോലെ ഇത് മാത്രമല്ല കേട്ടോ, ആ കുട്ടിയുടെ ആ രോഗിയുടെ അവസ്ഥയും രോഗത്തിൻ്റെ തീവ്രതയും അനുസരിച്ച് മറ്റ് പല ഔഷധദ്രവ്യങ്ങളും കൂടെ ഔഷധങ്ങളുടെ കൂടെ ഇതും ചേർത്ത് ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സാമ്പാറിലെ കായം ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ്, ഇത് മാത്രം കഴിച്ചുകൊണ്ടാവില്ല, മറ്റ് ഔഷധങ്ങളും ചേർത്ത് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ഇതുപോലെ മാനസിക വിഭ്രാന്തി, മനസ്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുള്ളവർ, ഡിലേഡ് മൈൽസ്റ്റോൺസ് ഉള്ളവർ, ഇൻഫെർട്ടിലിറ്റി കേസുകൾ, അതുപോലെ ധാരണാശക്തിയും ബുദ്ധിശക്തിയും, ഇനി കൂടുതലായിട്ട് പ്രസംഗിക്കുന്നവർ, അതുപോലെ വാക്ശുദ്ധി വരുത്താൻ, ശബ്ദശുദ്ധി വരുത്താൻ, പാട്ട് പാടുന്നവർ, ഗായകർക്ക് ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിന് ഗുണങ്ങളുണ്ട്. വയമ്പൊക്കെ ചേരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്വരശുദ്ധിയൊക്കെ വരും. അതുപോലെ സ്റ്റാമറിങ്, വിക്ക് ഉണ്ടാവില്ലേ, അങ്ങനെ സംസാരശുദ്ധി വരും, വാക്ശുദ്ധി വരാതിരിക്കുക, ശബ്ദശുദ്ധി ഇല്ലായ്മ, അതൊക്കെ തെളിച്ചെടുക്കുക, ശബ്ദത്തെ തെളിയിക്കുന്നതിനും ഒക്കെ നന്നാവും സാരസ്വതാരിഷ്ടം. അതുപോലെ കാന്തി, ബലം, ഐശ്വര്യം എല്ലാം പറയുന്നുണ്ട് ഇത്. പക്ഷേ ഇതെല്ലാം അവസ്ഥാനുസരണ മറ്റ് ഔഷധങ്ങളോട് ചേർത്ത് രോഗബലത്തിനും അനുസരിച്ച് കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ചാണ് ഔഷധങ്ങൾ നിശ്ചയിക്കുക. അപ്പോൾ അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു സംഗതി ഉണ്ട്. അതായത് ഇതിൽ സ്വർണം ചേരുന്നുണ്ട്. അതായത് അത് ഞാൻ നിർമ്മാണവിധി പറയുമ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന രോഗാവസ്ഥകൾ പറഞ്ഞു. ഇനി നമുക്ക് നിർമ്മാണവിധി പറയാം. നിർമ്മാണവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബ്രഹ്മി തന്നെയാണ്. 20 ഫലം, മൊത്തം ഔഷധങ്ങളിൽ 20 ഫലം നമ്മൾ ബ്രഹ്മിയാണ് എടുക്കുന്നത്. അത് വെളുപ്പാങ്കാലത്ത് പറിച്ചെടുക്കണം. അതുകൂടാതെ ശതാവരിയും രാമച്ചവും പാൽമുതുക്കും കിഴങ്ങും ഇഞ്ചിയും എല്ലാം ചേരുന്നുണ്ട്. ശതാവരി കിഴങ്ങ്, പാൽമുതുക്കും കിഴങ്ങ്, ഇഞ്ചി, രാമച്ചം, കടുക്കത്തോട്, ഇത്രയും ചേർത്താണ് കഷായം തയ്യാറാക്കുന്നത്. കഷായ മരുന്നുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അത് 16 ഇരട്ടി വെള്ളത്തിൽ തിളപ്പിച്ച് 4-1 വറ്റിച്ച് അരിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയും തേനും ചേർത്ത് ലഭിക്കും തണുത്തതിന് ശേഷം കഷായ മരുന്നിന്. എന്നിട്ട് പിന്നെ പൊടിമരുന്നുകൾ ചേർക്കും. പൊടിമരുന്നുകൾ വയമ്പുണ്ട്, കൊട്ടമുണ്ട്, വിഴാലിരിയുണ്ട്, താനിക്കത്തോടുണ്ട്, പിന്നെ നമുക്ക് താതിരിപ്പൂവ്, കരയാമ്പൂ ഇതൊക്കെ ചേരുന്നുണ്ട്. അമൃതിൻ്റെ 100 ചേരുന്നുണ്ട്, മറ്റേ നമ്മുടെ ഇലവങ്ങപ്പട്ട ചേരുന്നുണ്ട്, കരയാമ്പൂ, ഇലവങ്ങപ്പട്ട, താതിരിപ്പൂവ്, പിന്നെന്താണ് വയമ്പുണ്ട്, അമുക്കുരമുണ്ട്, ഇതൊക്കെ ചേരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഓർമ്മശക്തി കൂടാനും അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം ഇത്തരം കേസുകളിലും ഇത് മറ്റ് ഔഷധങ്ങളോട് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതായത് ന്യൂറോളജി, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അത്തരം കണ്ടീഷനുകൾക്ക് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇതിൽ സ്വർണ്ണം കൂടെ ചേരുന്നതുകൊണ്ട് വളരെയധികം കോസ്റ്റ് കൂടുതലാണ്, മറ്റ് മരുന്നുകളേക്കാൾ ചിലവ് അല്പം കൂടുതലാണ്. അപ്പോൾ ഈ കഷായം തയ്യാറാക്കി നമ്മൾ ബ്രഹ്മിയും ശതാവരി കിഴങ്ങ്, പാൽമുതുക്കും കിഴങ്ങ്, കടുക്കത്തോട്, രാമച്ചം, ഇഞ്ചി ഒക്കെ ചേർത്ത് 16 ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച്, അപ്പോൾ ബ്രഹ്മി 20 ഫലവും മറ്റ് മരുന്നുകൾ 5 ഫലമാണ് എടുക്കുന്നത്. എന്നിട്ട് 16 ഇരട്ടി വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ച് 4-1 വറ്റിച്ച് അരിച്ചെടുത്തതിന് ശേഷം തണുത്തിട്ട് തേനും പഞ്ചസാരയും ചേർക്കും. എന്നിട്ട് അതിലേക്ക് പൊടിമരുന്നുകൾ ഈ പറഞ്ഞ മാതിരി താതിരിപ്പൂവ്, ഇലവങ്ങത്തൊലി, കരയാമ്പൂ, താനിക്കത്തോട്, അമുക്കുരം, വയമ്പ്, കോട്ടം, അമൃതിൻ്റെ 100 ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ പൊടിച്ച് പൊടിമരുന്ന് ചേർത്തിട്ട് ഒരു നെയ്യ് മയങ്ങിയ കുടത്തിൽ ഇത് കെട്ടിവെക്കും. എന്നിട്ട് അതിൽ ഈ ഒരു വെപ്പ് മരുന്നിന് 15 ഗ്രാം, അതായത് 3 കഴഞ്ച് സ്വർണ്ണത്തകിട് ഈ കുടത്തിൽ ഇട്ട് വയ്ക്കും. അങ്ങനെ 30 ദിവസം കെട്ടിവെച്ചതിന് ശേഷം 30-ാം ദിവസം അരിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് കുപ്പികളിൽ നിറയ്ക്കും. അങ്ങനെയാണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇനി ചിലർ ഇത് 2-3 രീതിയിൽ സ്വർണ്ണം ചേർക്കാറുണ്ട്. ഒന്നുകിൽ സ്വർണ്ണത്തകിട്, ഈ 15 ഗ്രാം തകിട് അടിച്ച് പരത്തി തകിട് ഇതിൽ ഇട്ട് വെച്ച് കെട്ടിവെക്കും. അതല്ലെങ്കിൽ സ്വർണ്ണം കൊണ്ടുള്ള കുടത്തിൽ ഈ അരിഷ്ടം മരുന്ന് ഒഴിച്ച് കെട്ടിവെക്കും. എന്നിട്ട് അത് അരിച്ചെടുക്കും. അങ്ങനെ ചെയ്യും. ഇനി ചിലരൊക്കെ സ്വർണ്ണം രാഗി ചേർക്കുന്നുണ്ട്. സ്വർണ്ണം രാഗി നൈസ് പൊടിയായിട്ട് അതിൽ രാഗി ചേർത്ത് ഇതിൽ കെട്ടിവെക്കും, 1 മാസത്തോളം കെട്ടിവെക്കും. അപ്പോൾ ഇത്തരം വയമ്പ്, കൊട്ടം പോലുള്ള ചില ഔഷധങ്ങൾ ഇത്തരം മെറ്റൽസുമായിട്ട് അതിനെ ദഹിപ്പിക്കുന്നതിന്, അതിനെ ദഹിപ്പിച്ച് ചേർക്കുന്നതിന്, അലിയിച്ച് ചേർക്കുന്നതിനുള്ള പവറുണ്ട് വയമ്പ്, കൊട്ടം, താനിക്കത്തോട് അത്തരം ഔഷധദ്രവ്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ അതിൽ ചേർക്കണം. ഒപ്പം താതിരിപ്പൂവും വിഴാലരിയും കരയാമ്പൂവും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ തീക്ഷ്ണദ്രവ്യങ്ങളും കൂടെ ചെല്ലുമ്പോൾ ഇത് കുറേശ്ശെ പൂർണ്ണമായിട്ടല്ല, കുറേശ്ശെ അലിഞ്ഞു ചേരാനുള്ള പ്രവണതയുണ്ട്. അപ്പോൾ അതും കൂടെ ഈ ദ്രവ്യത്തിൽ, അതൊക്കെയാണ് ഈ സാരസ്വതാരിഷ്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ പാല് ചേർത്ത് കഴിക്കുന്ന അരിഷ്ടമാണ്, സ്വർണ്ണം ചേരുന്ന അരിഷ്ടമാണ്, ധന്വന്തരി ഭഗവാൻ ശിഷ്യന്മാർക്ക് നിർദ്ദേശിച്ചതാണ്. അതുപോലെ ബ്രഹ്മി പറിച്ചെടുക്കേണ്ട സമയം വെളുപ്പാങ്കാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ, ആ സൂര്യകിരണങ്ങൾ ഏൽക്കുന്നതിന് മുൻപ് ബ്രഹ്മി പറിച്ചെടുക്കണം. അല്ല, ബ്രഹ്മിയുടെ പ്രത്യേകത എന്താണ്? ബക്കോപ്പ മുന്നേറി എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. സ്ക്രോപ്പുലേരിയസെ ഫാമിലിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായ തിക്ത രസങ്ങളാണ്, ലഘു ഗുണമാണ്, ശീതവീര്യമാണ്, മധുര വിഭാഗമാണ്.
പ്രഭാവമായിട്ട് ആചാര്യന്മാർ തന്നെ മേധ്യഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്, മേധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സംശയിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിലേയ്ഡ് മൈൽസ്റ്റോൺസും ഓർമ്മശക്തി, ധാരണാശക്തി, മാനസിക വിഭ്രാന്തി, ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, ഡിലേയ്ഡ് മൈൽസ്റ്റോൺസ്, അപസ്മാരം, ഉന്മാദം, ഫിറ്റ്സ്, അത്തരം കണ്ടീഷനുകളെ, അതുപോലെ പഠിക്കാൻ മടി കൊണ്ടുള്ള ഇതല്ല, ഗ്രഹണശക്തി കുറവ്. ചിലരൊക്കെ കുട്ടികളൊക്കെ അമ്മമാരൊക്കെ പറയാറുണ്ട്, അതായത് 10 തവണ വായിച്ചാലും മനസ്സിലാവില്ല, അല്ലെങ്കിൽ വായിച്ച് പഠിച്ച് ഇപ്പോൾ എല്ലാം പറഞ്ഞാലും നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാം മറന്നു പോവുക. അത്തരം അവസ്ഥകളൊക്കെ ഇല്ല. ആ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വായമ്പും കൊട്ടവും ബ്രഹ്മിയൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ നല്ല തെളിഞ്ഞ ബുദ്ധി വരും. അതുപോലെ ശരീരത്തിന് കാന്തി വരുമെന്ന് പറയുന്നുണ്ട്, ധൈര്യം വരുമെന്ന് പറയുന്നുണ്ട്, ഓർമ്മശക്തി കൂടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റാമറിങ്, വിക്ക്, അതുപോലെ സ്വരശുദ്ധി ഗായകർക്കൊക്കെ വളരെ വിശേഷമാണ്. ഇത് ചേർത്തുള്ള മറ്റ് ഔഷധങ്ങൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡോസിൽ വ്യത്യാസം വരുത്തണം, മറ്റ് അനുബന്ധ ഔഷധങ്ങളിൽ വ്യത്യാസം വരുത്തണം. അത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. രാത്രിയിൽ ഭക്ഷണശേഷമാണ് മിക്കവാറും നിർദ്ദേശിക്കുക. പാലിൽ ചേർത്താണ് കഴിക്കുക. ഒരു 15 മില്ലിയിൽ 90 മില്ലി പാല്, 4 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി പാല് ചേർത്തിട്ടാണ് കഴിക്കുക. ചൂടുപാല് പാടില്ല, തിളപ്പിച്ചാറിയ പാല് വേണം. തണുത്ത പാലിലാണ് ചേർത്ത് കഴിക്കുക. ഇനി പൊതുവെ തനിച്ചു കൊടുക്കുമ്പോൾ അശ്വഗന്ധാരിഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പല വൈദ്യന്മാരും പല യുക്തിക്കനുസരിച്ച് ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം അശ്വഗന്ധാരിഷ്ടം ഇതാണ്, അമുക്കുരം, വിധാനിയ സോംനിഫറ, അതും ഇതുപോലെ ആങ്സൈറ്റിക്കും സ്ലീപ്പിനും ഇൻസോംനിയയ്ക്കും ബ്രെയിൻ ആക്ടിവിറ്റിക്കും ഒക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രപ്പോർഷനിൽ വ്യത്യാസം വരുത്തും. സമമായിട്ട് ചേർക്കാം. ചിലപ്പോൾ അശ്വഗന്ധാരിഷ്ടത്തിൻ്റെ പകുതി സാരസ്വരിഷ്ടമായിട്ട് ചേർക്കാം. അപ്പോൾ അത് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വൈദ്യം നിശ്ചയിച്ചോളൂ, ഡോക്ടർ നിശ്ചയിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സാരസ്വാരിഷ്ടത്തിനെ പറ്റി പറയാനുള്ളത്. വളരെ അത്ഭുത ഗുണങ്ങളുള്ള സാരസ്വാരിഷ്ടമാണ്. ഇതിൽ സ്വർണ്ണം ചേരുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അത് മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രത്യേകമായിട്ട്. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.